കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അതെന്ന് പറയുകയാണെങ്കിൽ കുറച്ച് വീഡിയോ ഇട്ടിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പാർട്ടിയാണ് കളിക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ 11:30-ക്കുള്ള പാർട്ടിയാണ്. ഫയറെല്ലാം കൂടെ വലിച്ച് കെത്തിച്ച് ഇതിനകത്ത് മരമൊന്നും വെട്ടേണ്ട ആവശ്യമില്ലടേ. തന്നെ ഇവൻ വന്നോളും. ക്രാക്കി തന്നെ തന്നോളും. ബാരലും അതൊക്കെ തരും ക്രാക്കി. നമ്മളോട് ക്രാക്കി ആദ്യമേ തന്നെ തരുന്നത് എനിക്ക് അഡ്മിൻ ആക്സ് ആണ്. ഇപ്രാവശ്യം അഡ്മിൻ ആക്സ് തരുമെന്നറിയത്തില്ല. നോക്കാം. ഇവിടെ ക്യാമറ ഞാൻ നിങ്ങളായിട്ട് വെച്ചേക്കാം. മരം വരാത്ത ചില സമയങ്ങളിൽ മരം വരത്തില്ല. അതൊരു പെടാപ്പാട്. കേക്ക് എടുത്ത് കഴിച്ചേക്കാം. പാർട്ടി കേക്കാണ്. പാർട്ടി കേക്ക്. കിഡിനെ സേവ് ചെയ്യണം. മാക്സിമം കിട്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കിഡിനെ സേവ് ചെയ്യണം. ഫ്യൂൽ കാനിസ്റ്റർ. ഇതെന്ത് ഇപ്രാവശ്യം ഫ്യൂൽ കാനിസ്റ്റർ വരുന്നത്? ഇല്ലാത്തപ്പോൾ ഫ്യൂൽ കാനിസ്റ്റർ ബാരലല്ലേ തരണ്ടേ? ഇന്ന് ശ്രീക്രാഫ്റ്റിൻ്റെ അപ്ഡേറ്റ് എന്ന് പറയുകയാണെങ്കിൽ എന്തോ മറ്റേ കേവിലെ എന്തോ സാധനം ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ ഡിയർ കുട്ടനെ അടിച്ചിട്ടവൻ അവനെ കൊണ്ട് തളയ്ക്കണം നമ്മൾ അവനെ കൂടെ. അല്ലെങ്കിൽ തന്നെ റാമും അവളും മറ്റേ ഡിയർ പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല. ഡിയർ കുട്ടൻ ഇവിടെ എവിടെയെങ്കിലും കിടക്കേണ്ടവനാണല്ലോ. ഇവിടെ കാണാനില്ല ചെക്കനെ. ഹാമർ ബാരൽ ഓയിൽ ബാരൽ നമ്മുടെ ബാരൽ കുട്ടൻ. അഡ്മിൻ വന്ന്. ഇനി അഡ്മിൻ സൂപ്പർ കൊണ്ടുവന്നിട്ടുണ്ട്. അഡ്മിൻ സൂപ്പർ കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ സൂപ്പർ കൊണ്ടുവന്നിട്ടുണ്ട്. സീനോടെ സീൻ ജൈൻറ്റ് ജാക്ക് കിട്ടി. അഡ്മിൻ ജാക്ക് ഇപ്പോൾ വരും. അഡ്മിൻ ജാക്ക് വരേണ്ടതാണ്. 500 എണ്ണമായി സോൾട്ടിനകത്ത് നമ്മൾ വെച്ചു. നമുക്ക് മരമൊക്കെ വെച്ചിട്ട് നമുക്ക് ലെവൽ 5 ഒക്കെ ആക്കണം. ഈ തീരെ ഫ്രണ്ട് തൊട്ടിൽ നമ്മൾ അടുത്തൊരു വാട്ടിൽ വരുന്നതായിരിക്കും. ഇത് നെക്സ്റ്റ് ഈ സാധനം കണ്ടോ? അഡ്മിൻ വരുന്നാൻ പോകുന്ന സാധനം അയ്യേന്ന് പറയുന്ന സാധനമാണ്. ഞാൻ ഇതിനകത്ത് കാര്യം കാണിച്ചത്. നമുക്ക് ഈ ഫുഡ് ഗ്ലിച്ച് കാണിച്ചത്. നമുക്ക് ഇത് ഫുഡ് ഗ്ലിച്ച് ഉണ്ട്. കേക്ക് ഫുഡൊക്കെ പോയെന്ന് പിക്കപ്പ് ചെയ്തേക്കാം. പിന്നെ ഇവിടെയായിട്ട് പാർട്ടി സാധനം വെച്ചേക്കാം. പിന്നെ ഊരിക്കളഞ്ഞേക്കാം. ഇവിടെ മൊത്തം ഫുഡാക്കാം. അല്ലാതെ നമുക്ക് കളി നടക്കത്തില്ല. ഫുഡില്ലെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മളൊരു കാര്യമില്ലെന്ന്. നമുക്ക് കുറേ ഫുഡ് കളക്ട്. നമുക്ക് അതാണ് നമ്മുടെ ഗോള്. ഇത് പുതിയൊരു നമ്മൾ കുറേ ഫുഡ് എടുക്കാനായിട്ട് കുറേ കാര്യങ്ങൾ അല്ലാതെ പറ്റത്തില്ല. ഫുഡ് കുറേ വന്നു. വലിയ സാധനം വന്നു. വലിയ ലോകം എല്ലാം ഇട്ട് നമുക്ക് ലെവൽ 5 ആക്കാം. എല്ലാം മേടിച്ചു. നമുക്ക് ലെവൽ 5 ആക്കിയിട്ട് എല്ലാം മേടിച്ചിട്ട് ലെവൽ 6 ആക്കണം. ലെവൽ 6 ആക്കേണ്ട സാധനം നമ്മുടെ ഇല്ല. ലെവൽ 6 ആക്കാൻ പറ്റില്ല. 2 സാധനവും കൂടെ വേണം ആക്കാം. ഹെൽന ഇപ്പോൾ റാപ്പ് ഷെൽഫ് വെച്ചങ്ങ് ഷെൽഫും ബിയർ ട്രാപ്പും മഴയാണ്. ഇവിടെ ഷെൽഫും ബിയർ ട്രാപ്പും ഇച്ചിരി മഴ. ബിയർ നമുക്ക് കിഡ്നി സേവ് ചെയ്യാൻ പോകാം. നമുക്ക് 3-4 ബിയർ ട്രാപ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ വെട്ട് വേണം. പണ്ടയോ ട്രാപ്പ് ഇപ്പോഴും എന്തോത്തിന് വെക്കുന്ന റെഗുലർ ബെഡൂടെ വെച്ചിട്ട് നമുക്ക് ഹിഡിനെ സേവ് ചെയ്യാൻ പോവാം. അങ്ങനെ സാധനമില്ല. നമ്മുടെ ബിയർ ട്രാപ്പ് തന്നെ മതി. നമുക്ക് നമ്മുടെ ബിയർ ട്രാപ്പ് പോവാം. നമുക്ക് ബിയർ ട്രാപ്പ് മതി. ഒരു ബിയർ ട്രാപ്പേ ഉള്ളൂ. കിഡ് എവിടെ ഉള്ളേ? ഇതെന്നാ നോർത്ത് എൻട്രൻസിലോട്ട് പോവാൻ. നോർത്ത് എൻട്രൻസ് അല്ല, പുറകിലോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. പുറകിലോട്ട് പോയിട്ട് നമുക്ക് എന്താ കാര്യം നോക്കണ്ടായ. നമുക്കൊരു ബിയർ ട്രാപ്പ് ഇട്ടേക്കാം.
ഇവിടെയായിട്ടാണ് മറ്റേ കുരുപ്പിനെ രക്ഷിക്കേണ്ട സ്ഥലം. കുരുപ്പൂട്ടനെ കൊണ്ട് പോയാ വാമ്പയറിനെ ഇത് ഇട്ടിട്ടുണ്ട്. ഫുഡിനടുത്ത് പേടിക്കുള്ള ഫുഡ്. ഓ മരം വേണം. ഇതെന്തുവാണ്? അയ്യോ പെട്ട് കൊറേ നേരം കാണിക്കും ഗൈസ്. ഇത് കൊറേ നേരം കാണിക്കും. അനങ്ങാൻ പോലും വേല. അനങ്ങാൻ പറ്റുന്നു. ഇപ്പോഴാണൊന്നും അനങ്ങാനേലും പറ്റുന്നത്. നേരത്തെ അനങ്ങാൻ പോലും വേല. അഡ്മിൻ ചാക്ക് കൊണ്ടോ തരുവോ? യു ഹീലി പറഞ്ഞ് എഴുതി കാണിച്ചിട്ടുണ്ട് ഗൈസ്. ഹീലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി കാണിച്ചിട്ടുണ്ട്. എന്താണെന്നറിയത്തില്ല, എന്തായാലും എഴുതി കാണിച്ചിട്ടുണ്ട് നമ്മൾക്ക്. അഡ്മിൻ പാർട്ടി അഡ്മിൻ പാർട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കിനി പേടിയുള്ള ഫുഡിനെയൊക്കെ സേവ് ചെയ്യണം. അത് നമുക്ക് എപ്പോഴേ ചെയ്ത് കഴിയാവുന്ന കാര്യമേ ഉള്ളൂ. നമുക്ക് ഈ പാർട്ടിക്കകത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാം. ഒക്കെ സ്റ്റൂ എടുത്തേക്കിട്ട് നമുക്ക് ഇതങ്ങ് പിക്കപ്പ് ചെയ്ത് മാറ്റാം. പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. പിക്കപ്പ് ചെയ്തിട്ട് ഞാൻ ഈ പാർട്ടിയുടെ സാധനം വിളിച്ചിട്ട് എന്തായാലും റോക്ക് ബോട്ട് എന്തായാലും ഇവിടെ ഇരിക്കട്ടെ. എന്തായാലും നമുക്ക് കേക്ക് എടുത്ത് നമുക്ക് റെയിൻ വന്നിട്ടുണ്ട്. എന്നാലും ഇത് സ്റ്റൂ ആക്കാൻ വെക്കാം. അവന്നൊന്നും ജസ്റ്റ് ഒന്ന് നമുക്ക് മരം വെട്ടി വേണം. മരം വെട്ടി കിട്ടുമോ എന്ന് അറിയത്തില്ല. നമുക്ക് കത്തിയേലും കിട്ടിയാൽ മതി. ചെയിൻസോ കിട്ടി. എന്തെന്ന് വെച്ചാൽ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ ചെയിൻസോയും അത് പ്രതീക്ഷിക്കാതെ കിട്ടുന്നു. പ്രതീക്ഷിക്കാതെയാണ് ചെയിൻസോ ഒക്കെ കിട്ടുന്നത്. അല്ലാതെ പ്രതീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. കത്താന കിട്ടി. വാമ്പയറിൻ്റെ ക്ലാസ്സിൽ കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് കൂട്ടാൻ പറ്റും. വാമ്പയറിൻ്റെ ക്ലാസ്സിൽ കഴിഞ്ഞാൽ ഹെൽത്ത് കൂട്ടിയൊക്കെ നമുക്ക് അൺലിമിറ്റഡ് കിട്ടാം. ഈ ഒരു മാർഗമാണിത്. നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈ അൺലിമിറ്റഡ് മാർഗം. നമുക്ക് ഒരു പാർട്ടിയുടെ ഇതിലൂടെ അങ്ങ് വെച്ച് നമുക്കിനി കിഡിനെ സേവ് ചെയ്യാൻ പോകുന്ന കാര്യം ഇനി എളുപ്പമായിട്ട് നമുക്ക് കിഡിനെ സേവ് ചെയ്യാം. അത്രയ്ക്ക് എളുപ്പമായിട്ട് സേവ് ചെയ്ത് വരുവാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് നമ്മൾക്ക് ബൂസ്റ്റ് പാടും വേണം. ടാണ്ടാന്നുണ്ടല്ലോ. ഇനി ഇതെങ്ങാനും പിന്നെ അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ വന്നാൽ പിന്നെ പെട്ട് എന്താ ഏരിയ ഒന്നും നല്ല രീതിക്ക് അൺലോക്ക് ആവാൻ മേല. നല്ല രീതിക്ക് അൺലോക്ക് ആവുന്ന പോലും എൻ്റെ സാധനം പെട്ട് അൺലോക്ക് ആവുന്ന പോലും ഇല്ല. ഇത്ര അൺലോക്ക് ആവുന്നേ ഉള്ളൂ. അൺലോക്ക് ആവുന്നില്ല. അൺലോക്ക് ആവല്ല ബാക്കി എല്ലാം അൺലോക്ക് ആക്കി തറാക്കി. ന്യൂ ക്രാഫ്റ്റിംഗ് കമ്മിങ്. ഇന്ന് പുതിയ ക്രാഫ്റ്റിംഗ് ഒക്കെ വന്ന് കിട്ടി. നമുക്ക് 2 കിട്ടിനാണ് ചെയ്ത്. ഇനി 3ാമത്തെ കിട്ടിനെ സേവ് ചെയ്യാൻ പോവാം ഗൈസ്. 3ാമത്തെ കിട്ടിനെ സേവ് ചെയ്യാൻ പോവാം. ഡു യു വാണ്ട് ടു റിവീൽ വാട്ട് ഈസ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. നമുക്ക് വായിക്കറിയത്തുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. വായിക്കറിയത്തുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഉണ്ടാ. ഈ തുറക്ക് ജസ്റ്റ്. 2 ജസ്റ്റ്. അയ്യോ ഞാൻ ഈ തുറന്ന് കിടക്കുന്ന ജസ്റ്റ് ആയിരുന്നു. എന്തുവാണ്? നമുക്ക് തന്നെ അടുത്ത കിട്ടിനെ സേവ് ചെയ്യാൻ അങ്ങോട്ട് പോയാൽ മതി. നമുക്ക് പോവാം. കിറ്റ് മാക്സിമം കിറ്റ് സേവിങ് ഇൻ ദ കിറ്റ് ക്രാക്കീസ് സെറ്റ് ദ നെക്സ്റ്റ് വീക്ക് ഇൻ ദ ബാറ്റ് കിഡിനെ സേവ് ചെയ്യാൻ ഒരു മടിയില്ലടാ. വാടാ, ആരെന്ന് വെച്ചാ വാടാ. ബിയറെ 2 ബിയറല്ലേ ഉള്ളൂ. കുന്താന വെച്ച് ഞാനങ്ങ് തരും. അയ്യോ കുന്താന വെച്ച് കൊടുക്കും. കുന്താന വെച്ച്
പോയിട്ട് അടി കൊടുത്താലേ ചാവത്തോളി. കുന്താനം വെച്ച് കൊടുത്ത് കുന്താനം വെച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കീ എടുത്തിട്ടുണ്ട്. ബായ് കീ വെച്ച് തുറക്ക്. കിഡിനെ സേവ് ചെയ്യാം. നമുക്ക് കിഡിനെ നമുക്ക് എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റിയില്ല. പോയി മറ്റേ സാധനവും പോയി. ഇനി ഞാൻ വെട്ട്. സ്ട്രോങ് ആക്സ് അല്ലാത്തവ കിട്ടാത്ത സാധനമാണ്. പക്ഷെ ഒരു ഗെയിമിൽ മാത്രം ഒന്ന് കിട്ടി. അല്ലാത്തത് ഇപ്പൊ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. ഈ സ്ട്രോങ് ആക്സ് നേരത്തെ നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടും. ഇപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാതെ പോലും കിട്ടത്തില്ല. ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്. അഡ്മിൻ ഫ്ലാഷ് ലൈറ്റ് അടാ. അൺലിമിറ്റഡ് ഫുഡ് അടാ. അഡ്മിൻ ഫ്ലാഷ് ലൈറ്റ് അടാ. അൺലിമിറ്റഡ് ഫുഡ് അടാ. അഡ്മിൻ ഫ്ലാഷ് ലൈറ്റ് അടാ. അഡ്മിൻ ഫ്ലാഷ് ലൈറ്റ്. നീ വാടാ. നീ എൻ്റെ പിന്നാലെ വാടാ. നീ എന്നെ ഒന്ന് കൊന്നു കാണിയറാ. അയ്യോ പെട്ട് എന്തോ എൻ്റെ സോക്കേടായിരുന്നു എനിക്ക്. എന്തോത്തിൻ്റെ സോക്കേടായിരുന്നു കഴിച്ച് എനിക്ക്. നമ്മൾ ബേസിൻ്റെ തൊട്ടടുത്ത് പോലും എത്തിയില്ല. അപ്പം തന്നെ നമ്മൾ എടുത്തായി. നമ്മൾ എല്ലാവരും ഡെട്ടായ 1 2 3 4 ഞാൻ തൊള്ളെന്ന് പറയുന്നത് 1 2 3 4 5 6 പേരാണുള്ളത്. 10 ഇതിനകത്ത് മെയിൻ ഗോൾ എന്ന് പറയുകയാണെങ്കിൽ പാർട്ടിക്കകത്ത് മാത്രം 10 പേര് പറ്റും. 40 പേര് പറ്റും. അതിനപ്പുറം പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പം നമ്മൾ സ്പോൺ ആവേണ്ടതാണ് ഗൈസ്. നമ്മൾ സ്പോൺ ആവേണ്ടതാണ്. സ്പോൺ ആവുന്നില്ല. നമ്മൾ നിങ്ങൾ മറ്റേ ബ്രെയിൻഡോട്ടിൻ്റെ പാർട്ട് നമുക്ക് പറ്റുന്നൊരു ദിവസം ചെയ്യാം. അല്ലാതെ നമുക്ക് എല്ലാ ശനിയാഴ്ചയും പറ്റത്തില്ല. നമുക്ക് പറ്റുന്ന ശനിയാഴ്ചകളിൽ മാത്രമേ നമ്മൾ 1.5 അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് മെയിനായിട്ടും കളിക്കാൻ പറ്റുന്നതെന്ന് പറയുകയാണെങ്കിൽ ഈ 6 ഇപ്പോൾ അഡ്മിൻ അബ്യൂസ് ഉണ്ടല്ലോ, ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ അറൗണ്ട് 10 minutes ഡ്രോപ്പ് സംതിങ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. എന്താ റിവൈവ് ആക്കാത്ത എന്നാണ്. റിവൈവ് ചെയ്യ് ക്രാക്കി റിവൈവ് ചെയ്യ് അഡ്മിൻ ക്രാക്കി റിവൈവ് ചെയ്യ് ക്രാക്കിയാണ് നമ്മളെ റിവൈവ് ചെയ്യുന്നു തോന്നുന്നില്ല. എന്തായാലും നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് തന്നെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നാളെ ഒരു സെക്കൻഡ് പാർട്ട് വരുന്നവർക്ക് സെക്കൻഡ് പാർട്ട് വരുന്നവരും വരെ ടാറ്റ ബൈ ബൈ സി യു ഗുഡ് ബൈ ഗയ അല്ല ടാറ്റ.